Warm welcome to Comrade Easy English. We have already done 2 cases. Let us recap first, then come to the third one. First one, had to plus V1, had to do. Had to plus V1, had to do. ചെയ്യേണ്ടി വന്നു. That is all. They had to come to us. അവർക്ക് നമ്മളെടുത്ത് വരേണ്ടി വന്നു. She had to tell everything openly. She had to tell everything openly. അവർക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു. Then come to should have plus V3. എവിടെ വെച്ച് should have ഉപയോഗിച്ചാലും ലോകത്ത് എവിടെയാണെങ്കിലും should have കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ V3 തന്നെ ചേർക്കണം. വെർബിന് തേർഡ് ഫോം തന്നെ ചേർക്കുക. should have done എന്ന് പറയുമ്പം ചെയ്യണമായിരുന്നു എന്ന് മീനിങ്. അപ്പോൾ ചെയ്യുക എന്നുള്ളത് കറക്റ്റായി. ചെയ്യാത്തൊരു കാര്യം ചെയ്യണമായിരുന്നു എന്ന് പറയുകയാണ്. ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ചെയ്തില്ല. സോ they should have bought that property. അവർ ആ പ്രോപ്പർട്ടി വാങ്ങണമായിരുന്നു. we should have gone to Delhi. നമ്മൾ ഡൽഹി പോകണമായിരുന്നു. he should have met he should have met the എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അവൻ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കാണണമായിരുന്നു. എന്താണ് മീറ്റ് ചെയ്യുന്നതും കാണുന്നതും സീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സീ സോ സീൻ. ഐ സോ മമ്മൂട്ടി 2 days back. മമ്മൂട്ടിയെ ഞാൻ കണ്ടു. മമ്മൂട്ടിക്ക് ദൂരെ വയ്ക്കുക, അവിടെ വെച്ച് ഞാൻ കണ്ടു. പക്ഷെ ഐ മെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. രണ്ടുപേരും മുഖാമുഖം മീറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴാണ് മെറ്റ് വരുന്നത്. ഇതാ വ്യത്യാസം. കാണുന്ന ആരും നമുക്ക് അവിടെ വെച്ച് കാണാം. പക്ഷെ അവിടെ മീറ്റ് ചെയ്യണമെങ്കിൽ ഫേസ് ടു ഫേസ് അവരുമായിട്ട് മീറ്റ് ചെയ്യുകയും ആ മീറ്റിങ്ങിനകത്ത് ഒരു കോൺവെർസേഷനും വരാം. വിഷ് ചെയ്യുകയോ തിരിച്ച് വിഷ് ചെയ്യുകയോ എന്തെങ്കിലും 1-2 വാക്കുകൾ പറയുകയോ ചെയ്യുക. അത് നമ്മൾ എന്താ ഈ കുശലം പറയുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മൻചാണ്ടിയും അച്ഛന്മാരും കൂടെ കണ്ടുമുട്ടി. ഭയങ്കര വൈരികളായിരുന്നു നമ്മൾ കണ്ടിട്ട് പണ്ടത്തെ കാലത്ത്. പക്ഷേ ഇന്നലെ അടുത്ത ഏതോ ഒരു അവസരത്തിൽ രണ്ടും കൂടെ കുശലം പറയുന്നത് കേട്ടോ. അപ്പോൾ പത്രത്തിൽ വന്നതാണ് ഫോമർ പ്രൈം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി ആൻഡ് ഫോമർ ചീഫ് മിനിസ്റ്റർ VS അച്യുതാനന്ദൻ ഇൻ എക്സ്ചേഞ്ചിങ് പ്ലസൻട്രീസ്. കുശലങ്ങൾ അങ്ങോട്ട് കൈമാറുകയാണ്. എക്സ്ചേഞ്ചിങ് പ്ലസൻട്രീസ് എന്നാണ്. PLEASANTRIES പ്ലസൻട്രീസ്. പ്ലസൻട്രീസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലെ കുശലം പറയുക എന്നാണ് അർത്ഥം. And now we are coming to the third case, should not have done. ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ചെയ്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്ക് ഷുഡ് നോട്ട് എന്ന് പിറക്കി പറയണമെന്നില്ല. സംസാര ഭാഷ shouldn't have എന്ന് പറഞ്ഞാൽ shouldn't have done, ചെയ്യരുതായിരുന്നു ഓർ ചെയ്യാൻ പാടില്ലായിരുന്നു. എഴുതിയെടുക്കേണ്ടവർ ഒന്ന് എഴുതിക്കൊള്ളുക. ഷുഡ് നോട്ട് ഹാവ് പ്ലസ് V3 ആണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഷുഡിൻറ്റ് ഹാവ് പ്ലസ് V3. ഷുഡിൻറ്റ് ഹാവ് ഡൺ എന്നെഴുതിയിട്ട് ഡു ചെയ്യുകയാണ്. ചെയ്യരുതായിരുന്നു എന്ന് മലയാളമുണ്ട്. ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. എക്സാമ്പിൾ 1, യു ഷുഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ അഗെയിൻ. യു ഷുഡിൻറ്റ് ഹാവ് ഗോൺ ദെയർ അഗെയിൻ. ഗെയിൻ അപ്പം നീ വീണ്ടും അവിടെ പോകരുതായിരുന്നു, പോകാൻ പാടില്ലായിരുന്നു. ഷീ ഷുഡിൻറ്റ് ഹാവ് യൂസ്ഡ് ദാറ്റ് ഡർട്ടി വേർഡ്. വൃത്തികെട്ട വാക്ക് അവൾ ഉപയോഗിക്കരുതായിരുന്നു. വാട്ട് എവർ ദി കേസ് ബി, ഷീ ഷുഡിൻറ്റ് ഹാവ് യൂസ്ഡ് ദാറ്റ് നാസ്റ്റി വേർഡ് ഓർ ഡർട്ടി വേർഡ്. ഷീ ഷുഡിൻറ്റ് ഹാവ് യൂസ്ഡ്. ഇനി അടുത്ത മലയാളം എന്ന് പറയാം. അവൻ അത്തരം ഒരു കത്ത് എഴുതരുതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അത്തരം എന്ത് ചെയ്യും? അതാണ് നോക്കട്ടെ. അപ്പോൾ ഹീ ഷുഡിൻറ്റ് ഹാവ് റിട്ടൺ സച്ച് എ ലെറ്റർ. ഹീ ഷുഡിൻറ്റ് ഹാവ് റിട്ടൺ സച്ച് എ ലെറ്റർ. ദേ ഷുഡിൻറ്റ് ഹാവ് ബോട്ട് ദാറ്റ് ഹൗസ്. അതൊരു ഹോണ്ടഡ് ഹൗസാണ്. എന്താണ് ഈ ഹോണ്ടഡ് ഹൗസ്? ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. HAUNTED ഹോണ്ടഡ് ഹൗസ് പ്രേതബാധയുള്ള വീടെന്നർത്ഥം. പ്രേതബാധയുള്ള ഭാർഗവി നിലയം പോലെ പ്രേതബാധയുള്ള
എന്ന് പറയുന്നതിന് ഹോണ്ടഡ് ഹൗസ് എന്നാണ് പറഞ്ഞത്. ഹോണ്ടഡ് ഹൗസ്. സോ ദേ ഷുഡൻറ്റ് ഹാവ് ബോട്ട് ദാറ്റ് ഹോണ്ടഡ് ഹൗസ്. നെക്സ്റ്റ്, Lena shouldn't have taken that subject. Lena shouldn't have taken that subject. അവൾ ആ വിഷയം, ലീന ആ വിഷയം എടുക്കരുതായിരുന്നു. We shouldn't have believed him. എന്താ believe? വിശ്വസിക്കുകയാണ്. B-E-L-I-E-V-E-D. We shouldn't have believed him. നമ്മൾ അവനെ വിശ്വസിക്കരുതായിരുന്നു. He shouldn't have cheated her. ചീറ്റ് ചെയ്യലർക്ക് ഡിസീവ്, ചീറ്റ്. അവൻ അവളെ ചതിക്കരുതായിരുന്നു, വഞ്ചിക്കരുതായിരുന്നു. തന്നെത്താൻ നിങ്ങൾ കുറെ എക്സാമ്പിൾസ് എഴുതിക്കൊള്ളുക. അത് 3. ഇനി ഞാൻ ചോദിക്കുന്ന കുറച്ച് ടെക്നിക്സ് പറയാം. ഇപ്പം നമ്മൾ ഒരു can you give me a lift, അല്ലെങ്കിൽ would you please give me a lift, would you mind giving me a lift, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഒരു ലിഫ്റ്റ് തരാമോ അപ് ടു നെക്സ്റ്റ് ജംഗ്ഷൻ, അപ് ടു ചിന്നക്കട എന്നൊക്കെ പറയും. പിന്നെന്താ എന്നങ്ങനെ പറയും. പിന്നെന്താ എന്ന് പറയും. നമുക്ക് ഓഫ് കോഴ്സ്, ഷുവർലി, ഡെഫിനറ്റ്ലി എന്നൊക്കെ പറയുന്നത് പറ്റിയ സ്പോക്കൺ ലൈനിൽ വൈ നോട്ട് എന്ന് പറഞ്ഞാൽ വൈ നോട്ട്. സർ ഐ ഫർഗോട്ട് ടു ടേക്ക് ഫീ ടുഡേ. ഫീസ് എടുക്കാൻ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ എന്താ? ദെൻ വെൻ. പിന്നെ എപ്പോഴാണ്? ദെൻ വെൻ. 2 വാക്ക് മതി. ദെൻ വെൻ. ടുമോറോ ഐ വിൽ ബ്രിങ് ഡെഫിനറ്റ്ലി. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി അടുത്തതായിട്ട് പറയുന്ന ഒരു ടെക്നിക്ക്, നമ്മൾ ഈ സോറി പറയുമ്പോൾ എന്താണ് നമുക്ക് അതിന് മറുപടി പറയുന്നത്? താങ്ക് യു പറയുമ്പോൾ പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് നോ മെൻഷൻ പ്ലീസ് എന്ന് പറയുമായിരുന്നു. അത് ഔട്ട് ഓഫ് ഫാഷനായി, ക്ലിഷേ. ഇപ്പോൾ ആരും ഒബ്സൊലേറ്റ് എന്ന് പറയും, പഴഞ്ചനായി. ഇപ്പോൾ ഒബ്സൊലേറ്റ് എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ എന്നായിരുന്നു. ഓവർ യൂസ്ഡ് ആൻഡ് ബിക്കം ക്ലിഷേ. അപ്പോൾ ഈ താങ്ക് യു പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നത് എന്താണ്? വെൽക്കം. അത് നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്തു. നന്ദി, ഓക്കെ, വെൽക്കം എന്ന് പറഞ്ഞാൽ മതി. അതായത് നോ മെൻഷൻ പ്ലീസ് പറയേണ്ട കാര്യമില്ലല്ലോ എന്നൊന്നും പറയേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇവിടെ വൈ നോട്ട് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സോറി പറയുക. സോറി പറയുമ്പം എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്താണ് മറുപടി? പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതിന് 2 കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഒന്ന്, ഇപ്പോൾ രാത്രി ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റിന് ഒരു സംശയം ഉണ്ടായി. അധ്യാപകനെ എന്നെ തന്നെ ഇമാജിൻ ചെയ്യുക. എന്നെ വിളിച്ച് ഒരാൾ ഒരു സംശയം ചോദിച്ചു. ഒരു അരുൺ അല്ലെങ്കിൽ അഖിൽ ഒരു സർ വാട്ട് ഈസ് ദി വേർഡ് ഫോർ ദിസ്, ചീരയ്ക്ക് എന്താണ് സാറേ പറയുന്നത് എന്ന് ചോദിക്കുന്നു. സ്പിനാച്ച് എന്ന് മറുപടിയും പറഞ്ഞു ഞാൻ. സാറേ വെരി സോറി ഐ ഡിസ്റ്റർബ് ഡ്യൂറിങ് യുവർ സ്ലീപ്പ്. നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. അവിടെ ഇറ്റ്സ് ഓൾ റൈറ്റ് ആണ്. ഇത് അങ്ങനെ തന്നെ ആകാം. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ സമയത്ത് ചോദിച്ച് ഇഷ്ടപ്പെട്ടു. യു ക്യാൻ ഡു ഇറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ, ഐ ലൈക്ക് ഇറ്റ്. അതാണ് അതിൻ്റെ മീനിങ്. ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ വേണം, ഷുഡ് ബി സോ എന്ന് പറയും. നേരെ മറിച്ച് ബസ്സിൽ, തിരക്കുള്ള ബസ്സാണ്, ബസ്സിൽ കേട്ട് പ്രത്യേകിച്ചും ചിലപ്പോൾ അറിയാതെ നമ്മുടെ ശരീരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയോ കാലിൽ ചവിട്ടിയൊക്കെ ചെയ്തു പോകും. അല്ലെങ്കിൽ ചിലർ ഗേൾസിനെയൊക്കെ മനഃപൂർവ്വം ടച്ച് ചെയ്യുന്നവരുണ്ട്. ഇതിന് കോടതിയിൽ നമ്മൾ മോളസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. മോളസ്റ്റേഷൻ, നോട്ട് റേപ്പ്, നോട്ട് സെലക്ഷൻ, മോളസ്റ്റേഷനാണ്. തൊട്ടും അല്ലെങ്കിൽ നോണ്ടിയും ഒക്കെയുള്ള സെക്ഷൽ ഡിസ്റ്റർബൻസിന് മോളസ്റ്റേഷനാണ്. അപ്പോൾ ആ മോളസ്റ്റേഷൻ ആയിരിക്കാം ഒരു പക്ഷേ. ചിലപ്പോൾ അറിയാതെ ബ്രേക്ക് പറ്റിയപ്പോൾ ചിലപ്പം തട്ടിയതുമാകാം. ഇത് രണ്ടായാലും ഗേൾസ് എങ്ങനെ മറുപടി പറയും എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ സോറി പറയും. ഈ തട്ടിയവൻ മനഃപൂർവ്വം അല്ലെങ്കിലും ആണെങ്കിലും സോറി എന്നൊന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇനി ആകാവുന്ന. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഡസൻറ്റ് മാറ്റർ.
ഡസൻ മാറ്റർ മീനിങ് ഡസൻ മാറ്റർ, തൽക്കാലത്തേക്ക് കുഴപ്പമില്ല. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ എന്ന ഒരു അർത്ഥം കൂടെ അതിനകത്തുണ്ട്. കടുപ്പിച്ച് പറയാൻ ഡസൻ മാറ്റർ എന്നെ പറയാതെ ഇറ്റ്സ് ഓൾ റൈറ്റ് പറയരുത്. ഇതാണ് ഞാൻ പറഞ്ഞ. That's all. In the next episode we will be discussing didn't have to plus V1. Didn't have to ചെയ്യേണ്ടി വന്നില്ല. That's the next episode. Thank you.